എം കെ ഹരിദാസ്, നോക്കൂ, മദ്യ നയത്തിൽ മാറ്റം വരുത്തും. മദ്യ ലഭ്യത ഘട്ടം ഘട്ടമായി കുറക്കുമെന്നാണ് ഇടതുമുന്നണി സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത്, അല്ലേ? KCBC പോലുള്ള സംഘടനകളൊക്കെ ഈ കൂടുതൽ ബാറുകൾ തുറക്കാൻ അനുമതി നൽകിയ സമയത്ത് അന്ന് അവരോട് പറഞ്ഞതും അതാണ്. നമ്മൾ ഘട്ടം ഘട്ടമായി മദ്യ ലഭ്യത കുറക്കും, അത് ഉറപ്പ് വരുത്തും എന്നാണ്. പക്ഷേ നോക്കൂ, പാലക്കാട് എലപ്പുള്ളിയിൽ, അതും ദൗർലഭ്യം നേരിടുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ബ്രൂവറി അനുവദിച്ചിരിക്കുന്നത്. മോണിറ്ററി ബെനിഫിറ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇതിന് പിന്നിലുണ്ടോ? എം കെ ഹരിദാസ്, എങ്ങനെയാണ് താങ്കൾ നോക്കുന്നത്? മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാണ് 2016 ഇവർ അധികാരത്തിൽ കയറിയത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. KPSC ലളിതയും മരിച്ചുപോയ ഇന്നസെൻ്റൊക്കെ പരസ്യത്തിലൂടെ വന്നിട്ട് പറഞ്ഞത് മദ്യവർജനം ഞങ്ങൾ നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ടുണ്ടായിട്ടുള്ള സംഭവം എന്താണെന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കിപ്പോൾ ഒരു ക്ലിപ്പ് ഒരാൾ അയച്ചെന്നതാണ്. ഞാൻ ഇത്തരം ഈ കുമാരപിള്ള സാറുമാരുടെ പ്രയോഗങ്ങളൊന്നും കേൾക്കാൻ ഞാൻ ചർച്ചകൾ കാണാറില്ല. അപ്പോൾ ഈ കോട്ടയത്തെ കുമാരപിള്ള സാറ് ഇരുന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ബീവറേജസിൻ്റെ എണ്ണവും അതുമാതിരി തന്നെ ബാറുകളുടെ എണ്ണവും കൂടിയെന്ന് പറയുന്നവർ ഒരു കാര്യം അറിയുക, ഇവിടുത്തെ മദ്യോപയോഗത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്ന്. വിവരാവകാശ നിയമപ്രകാരം കേരളത്തിലെ ബീവറേജസ് കോർപ്പറേഷൻ എനിക്ക് തന്നിട്ടുള്ള കണക്ക് വെച്ചിട്ട് 6 ലക്ഷം ലിറ്റർ മദ്യമാണ് ഇപ്പോൾ കേരളത്തിലത്തെ ആൾക്കാർ, ജനങ്ങൾ, മദ്യപന്മാർ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 ഇതിൻ്റെ കണക്ക് 2,16,000 ലിറ്റർ ആയിരുന്നു എന്ന് പറയുമ്പോൾ 6 ലക്ഷം മദ്യത്തിൻ്റെ കണക്കിലേക്ക് എത്തുമ്പോൾ അത് കുറവാണ്, മദ്യപാനാസക്തി കുറഞ്ഞൊരു ജനത്തിൻ്റെ പേരിലാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബീവറേജസ് കോർപ്പറേഷൻ്റെയും ഔട്ട്ലെറ്റുകളുടെയും ബാറുകളുടെയും എണ്ണം കൂട്ടുന്ന ഇവരുടെ താത്വിക ആചാര്യന്മാർ നൽകുന്ന ഉപദേശത്തിൻ്റെ വഴി എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവില്ല. കാരണം 6 ലക്ഷവും 2,16,000 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇനി ഇതിൻ്റെ മറ്റൊരു കണക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 2016 ഇവിടെ 18 കോടി രൂപയുടെ മദ്യോപയോഗമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇന്നത് 56 കോടിയിലെത്തി നിൽക്കുകയാണ്. പ്രതിദിനം 56 കോടി രൂപയുടെ മദ്യം അകത്താക്കുകയാണ്. അതിൻ്റെ വില വർധനവാണ് ഈ 56 കോടിയിലേക്ക് എത്തിയത് എന്ന് നമുക്ക് തർക്കിച്ച് നിൽക്കാം വേണമെങ്കിൽ. പക്ഷേ ഈ 6 ലക്ഷം ലിറ്റർ 6.25 ലക്ഷം ലിറ്റർ മദ്യോപയോഗത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിച്ച 100 മാസത്തെ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രീ അനിൽ നമ്പ്യാർ ബ്രൂവറിയെ കുറിച്ചല്ലാതെ 23 ലക്ഷം ജനങ്ങൾ 23 ലക്ഷം കുടുംബങ്ങൾ ഇവിടെ കുടിവെള്ളം ഭാഗികമായി ലഭിച്ചിട്ടും 16 ലക്ഷം കുടുംബങ്ങൾ കുടിവെള്ളം തീരെ കിട്ടാതെയും ബുദ്ധിമുട്ടുന്ന ഒരു നാട്ടിലെ അവർ കുടിവെള്ള സപ്ലൈയെ കുറിച്ചിട്ടാണോ ചിന്തിക്കുക? ബാറുകളുടെ എണ്ണം കൂടുന്തോറും അതിന് വേണ്ട മദ്യം ഉണ്ടാക്കാനുള്ള ബ്രൂവറികളുടെ എണ്ണം കൂട്ടാനാണോ അവർ ചിന്തിക്കുക? നമ്മളാണ് തെറ്റുകാർ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ സത്യത്തിൽ പറഞ്ഞാൽ അവരുടെ മനസ്സറിയാതെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം AI ക്യാമറ കെൽട്രോണിന് കരാർ കൊടുക്കുകയും ആ കരാർ മറിച്ച് മറ്റൊരു കമ്പനിക്ക് കൊടുക്കുകയും ആ കരാർ കൈകൾ മറിഞ്ഞിട്ടുള്ള കരാറിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളിൽ ഇതേ താത്വിക ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? ഇത് കേരളത്തിലെ വാഹനാപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനും മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് എന്ന് തർക്കിച്ചിരുന്നവരോട് തിരിച്ചു ചോദിക്കാനുള്ളത് ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് സ്ഥിതി? അപ്പോൾ അവിടുത്തെ താല്പര്യം വാഹനാപകടങ്ങളുടെ എണ്ണം കുറയ്ക്കലോ മോട്ടോർ വാഹന നിയമ ലംഘനങ്ങളോ അല്ല എന്ന് അന്ന് തർക്കിച്ചിരുന്ന എന്നെപ്പോലുള്ളവരും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് 1,74,000 പേർക്കാണ് നോട്ടീസ് അയക്കാൻ ബാക്കിയുള്ളത്. പിടികൂടപ്പെട്ട ക്യാമറയിൽ നിന്ന് വെച്ച ക്യാമറയിലത്തെ 50% വർക്ക് ചെയ്യുന്നില്ല, മെയിൻ്റനൻസ് നടക്കുന്നില്ല. അപ്പോൾ താല്പര്യം AI ക്യാമറ വെക്കുമ്പോൾ ജനങ്ങളുടെ ജീവനോ അല്ലെങ്കിൽ മോട്ടോർ വാഹന നിയമലംഘനോ അല്ല എന്നുള്ള തെളിഞ്ഞിട്ടുള്ള സാഹചര്യത്തില് ഈ ബ്രൂവറി തുടങ്ങുന്നതിന്റെ ലക്ഷ്യം മറ്റൊന്നല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഇപ്പം അഡ്വാൻസേ മേടിച്ചിട്ടുള്ളൂ. അത് ഇപ്പം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രീ അനിൽ നമ്പി ഒരു കാര്യം ഞാൻ പറയാം. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മൂക്കിൻ്റെ താഴെ നിൽക്കുമ്പോൾ അതുമാതിരി തന്നെ ഒരു കൊല്ലവും കേവലം 4 മാസവും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പുള്ളപ്പോൾ ഇത് 3ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ എൻ്റെ വിഡിത്ത് നിറഞ്ഞ കാഴ്ചപ്പാടായിരിക്കാം. ഇതിപ്പോൾ എത്രത്തോളം ശക്തിയുക്തം ഇതിന് എതിർപ്പുണ്ട് എന്ന് അറിയാതെ മുഴുവൻ കമ്മീഷനും ഒയാസിസിൽ നിന്ന് വാങ്ങത്തക്ക തോതിലുള്ള
വിഡ്ഢിത്തമൊന്നും MP ഗോവിന്ദൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അത്തരത്തിൽ ചെയ്യില്ല. ഇപ്പോൾ ഒരു ഭാഗികമായ പൈസ മാത്രമേ ഇപ്പോൾ മേടിക്കുള്ളൂ. പഞ്ചായത്ത് അല്ല ശ്രീ ഹരിദാസ്, ഞാൻ പറഞ്ഞത് AI ക്യാമറ ഇടപാടിലെ കമ്മീഷനാണ്. അതുകൊണ്ട് മുഴുവൻ കമ്മീഷനും സോറി പറഞ്ഞു വരുമ്പോ എന്താ വെച്ചാൽ കമ്മീഷൻ ഇപ്പൊ ഇന്ന് CAG റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് PPE കിറ്റ്, അതായത് ഒരു മഹാമാരിയെ കേരളത്തിലെ ജനങ്ങൾ നേരിടുമ്പോൾ 10.33 കോടി രൂപ ശൈലജ ടീച്ചർ എന്ന മഹതിക്ക് വിളിച്ചു പറയേണ്ടി വന്നു. മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നമുക്ക് ഭാഗികമായി വിശ്വസിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് CAG റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മഹാമാരിയെ പോലും കമ്മീഷനായി ചൂഷണം ചെയ്യുന്നവർ AI ക്യാമറയിലായാലും നമ്മുടെ ബ്രഹ്മപുരത്തെ തീക്കെടുത്താൻ വേണ്ടിയിട്ടുള്ള ചെലവിലായാലും ബ്രഹ്മപുരത്തെ മറ്റേ മാലിന്യ സംസ്കരണത്തിന് സോണ്ട കമ്പനിക്ക് കൊടുത്തതായാലും ഒന്നും ജനനന്മയല്ല ലക്ഷ്യമെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ 100 മാസത്തിലിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും ഞാൻ ശ്രീ അനിൽ നമ്പ്യാർ പറയുകയാണ്, കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് ദുർബലമായൊരു പ്രതിപക്ഷം ഉള്ളിടത്തല്ലേ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ നടക്കുള്ളൂ. ഈ ബ്രൂവറി തുടങ്ങാൻ പോണ പഞ്ചായത്ത് കമ്മിറ്റി അറിഞ്ഞിട്ടില്ല അവിടെ തുടങ്ങാൻ പോകുന്ന കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ കാര്യം എത്രത്തോളം ദയനീയമാണെന്ന്. ഇന്ന് നിയമസഭ കൂടുമ്പോൾ ഈ പ്രശ്നത്തേക്കാൾ കൂത്താട്ടുകുളം പ്രശ്നത്തിനാണ് ഇവർ ഇതായിരിക്കുന്നത്. കാരണം MP രാജേഷിനെ കൊണ്ട് പറയിപ്പിച്ചു, ഒരു അടിയന്തര പ്രമേയം നിങ്ങൾ കൊണ്ടുവരാൻ പോലും നിങ്ങൾക്കാകുന്നില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ അഴിമതി ആരോപണത്തിന് അടിസ്ഥാനമില്ലെന്നല്ലേ വരുന്നത് എന്ന് MP രാജേഷിനെ കൊണ്ട് ചോദിപ്പിക്കാനുള്ളൊരു അവസരം ഇവിടുത്തെ ദുർബലമായ പ്രതിപക്ഷം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ, ദുർബലമായ ഈ പ്രതിപക്ഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഈ കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ തുടരുന്ന ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ബ്രൂവറിയുടെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കേരളത്തിൽ ഒരുവിധ ആൾക്കാർക്കും ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നാൻ പറ്റില്ല. കാരണം ബാറുകളുടെ എണ്ണം കൂടുന്തോറും മദ്യോൽപാദനം കൂട്ടണം. അത് മാത്രമല്ല, വേറെ ഇതിൻ്റെ മറവിൽ മറ്റു ഈ മദ്യോൽപാദനം കൂടിയിട്ട് മദ്യപന്മാരുടെ എണ്ണം കൂടുമ്പോൾ മറ്റൊരു സംഗതി നടക്കുന്നുണ്ട്. ഇവിടെ വിമുക്തി പറഞ്ഞൊരു പദ്ധതിയുടെ പേരിൽ 136 കോടി രൂപയാണ് നാളിതുവരെ ചിലവാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇനം തിരിച്ചുള്ള കണക്കൊന്നും ലഭ്യമല്ല. ഇത്ര 136 കോടി രൂപ ചിലവായിട്ടുണ്ട്. അതിൽ 18 കോടി രൂപ പരസ്യത്തിനാണ്, ബാക്കിയുള്ള പൈസ ചിലവായിട്ടുള്ളത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എത്ര പേരെ മദ്യാസക്തിയിൽ നിന്നും വിമുക്തി പദ്ധതി വഴി മോചിപ്പിച്ചു എന്ന ചോദ്യത്തിനും രസകരമായ മറുപടിയാണ്. അല്ല ശ്രീ ഹരിദാസ്, അതിനൊരു മറുപടി പറഞ്ഞിരുന്നല്ലോ, അതിനൊരു പ്രതികരണം ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ബാറുകൾ ഇങ്ങനെ കൂടുതൽ തുറക്കുന്നു, അല്ലെങ്കിൽ ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കൂടുതൽ തുറക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താ, യുവാക്കളെല്ലാം മറ്റേ നമ്മുടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലേക്ക് പോവുകയാണ്, കഞ്ചാവിലേക്ക് MDMAയിലേക്കൊക്കെ പോവുകയാണ്, അതുകൊണ്ട് അവരെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി ഒപ്പിച്ചതെന്ന് എല്ലാത്തിനും ഒരു ന്യായീകരണം ഉണ്ടല്ലോ. ഈ പരിപാടി അന്ന് പറഞ്ഞു, അത് അന്ന് പറഞ്ഞു. പക്ഷെ മിനിഞ്ഞാന്ന് കോട്ടയത്തെ കുമാരപ്പിള്ള സാർ പറഞ്ഞത് അങ്ങനെയല്ല. അത് ഞങ്ങളിത് കൂട്ടുന്നതനുസരിച്ച് മദ്യോപയോഗം ഇവിടെ കുറഞ്ഞു വരികയാണെന്നുള്ള കണക്ക് എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? 2016 ആയാലും 2018 ആയാലും 2020 ആയാലും 2024 ഡിസംബറിൽ കിട്ടിയ കണക്ക് വെച്ച് നോക്കുമ്പോൾ 40% മദ്യോപയോഗത്തിലെ വില വ്യത്യാസത്തിലല്ല, മദ്യോപയോഗത്തിൽ കേരളം മുന്നിലാണെന്ന് ആ മഹാനെ ധരിപ്പിച്ചു കൊടുക്കാനുള്ള ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വീറോടും വാശിയോടും കൂട്ടുന്നത് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജൽജീവൻ പദ്ധതി 48,000 കോടി രൂപയുടെ പ്രൊജക്ട്, ക്ഷമിക്കണം 43,700 കോടി രൂപയുടെ പദ്ധതി, പകുതി കേന്ദ്രവും പകുതി സംസ്ഥാനവും എടുക്കേണ്ട ഒരു പദ്ധതി. ഗ്രാമീണ മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുകയാണ് പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നു. ഇതിൻ്റെ സമയപരിധി ഈ വരുന്ന മാർച്ച് ഏപ്രിലോട് കൂടി കഴിയാൻ പോവുകയാണ്. 12,000 കോടി രൂപ കടമെടുത്താലേ ആ പദ്ധതി ഭാഗികമായിട്ടെങ്കിലും പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ 12,000 കോടി കടമെടുക്കുന്നതിന് ആര് ജാമ്യം നിൽക്കും? അതായത് വാട്ടർ അതോറിറ്റി നിൽക്കുമോ സർക്കാർ നിൽക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവരെ അതീവ രഹസ്യമായിട്ട് ഈ ബ്രൂവറിക്ക് അനുമതി നൽകാൻ തയ്യാറായി എങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണെന്ന് ഇവർക്ക് ചാനൽ ചർച്ചകളിൽ പറയാമെന്നല്ലാതെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുക? കുടിവെള്ളം കിട്ടാത്തൊരു നാട്ടിലെ വൈദ്യുതോപയോഗത്തിൻ്റെ പീക്ക് അവർ ഏതാണ്, അത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഉപയോഗത്തിൻ്റെ പീക്ക് സമയം എന്താണ്, ഇതൊന്നും കണക്ക് കൂട്ടാൻ അറിയാത്ത ഒരു സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെ മദ്യോപയോഗവും ലോട്ടറി ടിക്കറ്റും വിറ്റുകൊണ്ട് ഈ കേരളത്തിലെ ഈ നമ്മുടെ ജനാധിപത്യ ഭരണം മുൻപോട്ട് പോകുന്നുള്ളൊരു അവസ്ഥയിൽ ഇതല്ല, ഇതിനപ്പുറവും വാനരൻ ചെയ്യുമെന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുള്ളത് പോലെ തന്നെ ഇതിലപ്പുറവും ഇവർ ചെയ്യാൻ മടിക്കില്ല. കാരണം ഓരോരുത്തരും കേരളത്തിലെ ഓരോ പിറന്നു വീഴുന്ന കുട്ടിയുടെ പേരിൽ പോലും ഭാവിയിൽ മദ്യോപയോഗത്തിൻ്റെ കണക്ക്
വ്യക്തമായി എഴുതി ഉണ്ടാക്കിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരമൊരു ചർച്ചയിൽ നമ്മൾ ഈ വിഷയത്തെ കാണാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്.